എന്താ ഇപ്പം കഥ? സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത്. എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളുടെ തെറ്റിനെയാണ് മനുഷ്യ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഞാൻ നിങ്ങൾ എ.പി.കാരനാണോ, നിങ്ങൾ നിസ്കരിക്കുന്നവനാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ എന്തിനാണ് ആ സംഘടനയൊക്കെ ഈ ഒരു വീഡിയോയിൽ വിളിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ ആ തെറ്റിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഞാൻ ഒന്നും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് എന്താണ്, ഞാൻ പറയുന്നത് എന്താണെന്ന് കുറച്ചൊക്കെ ബുദ്ധിയുള്ളവർക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഞാൻ എന്താണ് പറഞ്ഞത് എന്നൊന്ന് നോക്ക്. അതിന് ഒരു എ.പി. ഉസ്താദിനെയും ഇത്രയും മഹത് വ്യക്തിയൊക്കെ എന്തിനാണ് ഈ വീഡിയോയിൽ വലിച്ചഴക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ സംഘടനയൊന്നും ഇതിൽ വലിച്ചിടേണ്ട യാതൊരു കാര്യമില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒരു വാക്ക് പോലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ നിസ്കരിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്, 5 വഖത്ത് നിസ്കരിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചോ? അതും ഞാൻ ചോദിച്ചിട്ടില്ല. അതൊന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ പറയേണ്ട കാര്യമില്ല. നമ്മുടെ പേഴ്സണൽ മാറ്റർ ഒന്നും ഈ വീഡിയോയിൽ വന്ന് പറയേണ്ട കാര്യമില്ല. ഈ വീഡിയോയിൽ എനിക്ക് ഇപ്പോൾ എതിരെയിട്ട വീഡിയോയിൽ നിങ്ങൾ വന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അല്ലാതെ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളുടെ പേഴ്സണൽ മാറ്ററൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ വീഡിയോയിൽ ഈ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾ നിസ്കരിക്കുന്ന ആളാണോ, നിങ്ങൾ എ.പി.കാരനാണോ ഒന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ എ.പി. ഉസ്താദിനെയൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ജുനൈദിനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതൊന്നും ഞാൻ അവിടെ പറഞ്ഞില്ല. വിളിക്കാറോ സംസാരിക്കുന്നതൊക്കെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ. നിങ്ങൾ എന്താ സംസാരിക്കുന്നത്, ഏതാ സംസാരിക്കുന്നത് എന്നൊക്കെ അത് നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയേണ്ട യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിസ്കാരവും സംഘടനയൊക്കെ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ നല്ലവൻ ചമയാനാണെങ്കിൽ ആയിക്കോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താണെന്നറിയോ പറയുക? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്ന്. അതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെയൊക്കെ പറയുക. അല്ലാതെ ഞാൻ എന്താ ഇതിനൊക്കെ പറയേണ്ടത്? പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആ പൊന്നുമോളുടെ അയൽവാസിയാണെന്ന്. അപ്പം ഞാനത് അന്വേഷിച്ചു. എനിക്കത് അന്വേഷിക്കണമല്ലോ. ഞാനപ്പോൾ അത് അന്വേഷിച്ചു. നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്നറിയാൻ ഞാൻ ആ പൊന്നുമോളുടെ വീട്ടിൽ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഇങ്ങനെയൊരു അയൽവാസിയെ ഞങ്ങൾക്ക് അറിയില്ല എന്ന്. 10 വർഷമായിട്ടും ഒരു വീട്ടിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഇന്നലെ മിനിഞ്ഞാന്ന് എങ്ങാണ്ട് ഒരു കോൾ ചെയ്തു എന്നാണ് ആ പൊന്നുമോളുടെ ഉമ്മയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ അയൽവാസിയായിട്ടാണ് ഇങ്ങനെ. പിന്നെ നിങ്ങൾ എന്നെ അമ്മായി എന്ന് വിളിച്ചതായിട്ട് കണ്ടു. അമ്മായി വിളിക്കുന്ന ഒരു മോശം വേർഡായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ ആ വിളിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അതെന്തോ എനിക്കത് ഒരു നല്ലതായിട്ട് തോന്നിയില്ല. എന്തോ ഒരു അരോചകമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്നെ ഒരു തരം താഴ്ത്തൊന്നും ചെയ്യണ്ട. അമ്മായി മോശം വേർഡൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ആ പറഞ്ഞ ആ ശൈലിയും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. അമ്മായിയുടെ കള്ളത്തരങ്ങൾ എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കെന്തോ അരോചകമായിട്ട് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പൊന്നു സുഹൃത്തേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നന്മ ചെയ്യുന്നവർ ചെയ്യട്ടെ. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. വെറുതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയരുത്. ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയും. ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിങ്ങനെ വിളിച്ചു പറയരുത്. ഇവിടെ സ്വയം നിങ്ങളുടെയും നിങ്ങളുടെ പ്രവൃത്തികളെയും സ്വയം അളന്ന് തിട്ടപ്പെടുത്തുക. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരും. പിന്നെ ഈ കർമ്മ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവമാണ്. അവനവൻ ചെയ്യുന്നതിന് അവനവന് തന്നെ ഈ ദുനിയാവിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.